ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എഗ് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മയോനൈസും ചീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ക്വിക്കായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി പോയിട്ട് കണ്ടാലോ. Our hearts beat to the city streets. We began to feel the fire. ഫസ്റ്റ്ലി ഫില്ലിംഗ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ്ഡ് അനിയൻ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ഒന്ന് സോട്ട് ചെയ്യുക. 1/4 കപ്പ് ഷ്രെഡഡ് ചിക്കൻ കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറും സോൾട്ടും ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കാണ്, അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് പിഞ്ച് ഓഫ് പെപ്പർ പൗഡർ ആൻഡ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വന്നിട്ടുള്ള എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു സാൻഡ്വിച്ചൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മയോനൈസും ചീസും ഒന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമാവും, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടു നോട്ട് ഫോർഗെറ്റ് ടു ഗിവ് തംസ് അപ്പ്. ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും കൂടിയും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.